ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഫാമിലി ആൻഡ് ഇന്ത്യൻ ഫിലോസഫി. നമുക്കറിയാം, ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുമ്പോൾ തന്നെ ആഴത്തിൽ പഠിക്കാനുള്ള എത്രയോ നമ്മുടെ തിങ്കേഴ്സ് അല്ലേ, നമ്മളെ ആർട്ട് എല്ലാത്തിലും ഉൾപ്പെടുന്നു അല്ലേ. ഫിലോസഫേഴ്സ് തത്വചിന്തകർ എന്നാണ് പറയുക. അവരുടെ വാക്കുകൾ അവരെത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ എല്ലാം ഇൻക്ലൂഡ് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. ഓക്കെ, വാല്യൂസ് ഓഫ് എൻഷ്രീൽഡ് ഇന്ത്യൻ ഫിലോസഫി. ശ്രദ്ധിക്കുക, അതിൻ്റെ പേര് വാല്യൂസ് എൻഷ്രീൽഡ് ഇൻ ഇന്ത്യൻ ഫിലോസഫി. അതായത് ഇന്ത്യൻ ഫിലോസഫിയുടെ ക്യാരക്ടറിസ്റ്റിക്സും ഇൻഫ്ലുവൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് കൺസെപ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു ഭാഗമാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിസ്റ്ററി ഇൻ ഇന്ത്യൻ ഫിലോസഫി, the objectives of Indian philosophy, introduction of Indian philosophy and different schools of Indian philosophy and ഭക്തി സിസ്റ്റം ആൻഡ് ഇസ്ലാം മതം, സൂഫിസം, അങ്ങനെയുള്ള നമ്മുടെ മതം. ഫിലോസഫിയിൽ എന്തും കൂടി വരും. ഓരോ തത്വചിന്തകരും ഓരോ മതത്തിൽ നിന്നുള്ള തത്വചിന്തകരും ഉണ്ടാവുമല്ലോ അല്ലേ. സൂഫി സന്യാസിമാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൂഫിസം, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെന്റ് ആൻഡ് സിഖ് മതം. അതിൻ്റെ ഒരു സിഖ് മതത്തിനെ പറ്റി പറയുമ്പോൾ സിഖിസം എന്ന് പറയുന്നു. ദെൻ വി ഓഫൺ സച്ച് ആൻ ആൻസേഴ്സ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ വെച്ച്, അതായത് ഇനി നെക്സ്റ്റ് മിസ് ജസ്റ്റ് വായിച്ചു പോവാണ് ഫിലോസഫി. ദ വേർഡ് ഫിലോസഫി ക്യാൻ ബി ട്രേസ്ഡ് ദ ആൻഷ്യൻ വേർഡ് ഗ്രീക്ക് വേർഡ് ഫിലോസഫിയ എന്ന് ലാസ്റ്റ് ഫിലോസഫിയ. ഓക്കെ, അപ്പോൾ എല്ലാ വേർഡും നേരത്തെ പറഞ്ഞു കൾച്ചർ എന്ന വേർഡ് ഡിറൈവ് ഫ്രം ഗ്രീക്ക്, അതേപോലെ തന്നെ ഫിലോസഫി, ദ വേർഡ് ഫിലോസഫി ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്. നമുക്കറിയാം, നമ്മൾ ഇതുവരെ പഠിച്ച ഒരുവിധം വേർഡ്സ് ഒക്കെ ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് കൾച്ചറിൽ നിന്നാണ് അല്ലേ, ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നാണ് നമുക്കറിയാം. ദെൻ ഓർമ്മ വെക്കുക, നോട്ട് ചെയ്യുക, മിസ് പറഞ്ഞ് ശ്രദ്ധിക്കുക. ദ വേർഡ് ഫിലോസഫി ഡിറൈവ്ഡ് ഫ്രം ഫിലോസഫിയ. അതൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ ഫിലോസഫിയ എന്ന് എഴുതും, ഇൻവേർട്ടർ കോമൽ ഇട്ട് അണ്ടർലൈൻ ചെയ്യാൻ നോക്കുക. ഡെഫിനേഷൻ പറയുമ്പോൾ നിങ്ങൾ ഇൻവേർട്ടർ കോമൽ ഇട്ട് ഫുൾ അണ്ടർലൈൻ ചെയ്ത് പോവുക. അങ്ങനെയൊക്കെ ജസ്റ്റ് നല്ല നീറ്റായിട്ട് ആൻസർ പേപ്പർ നല്ല നീറ്റായിട്ട് വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ മാറാതെ കറക്റ്റായിട്ട് എഴുതുക. മാർജിന് വരയ്ക്കാൻ പറ്റുന്നെങ്കിൽ മാർജിനുള്ള പേപ്പർ ആയിരിക്കുമെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന നല്ല ആൻസർ പേപ്പറിന് എന്താണ് ആ വൃത്തിക്ക് തന്നെ എന്തായാലും മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ ഈ ഡെഫിനേഷനൊക്കെ നല്ല വൃത്തിയിൽ ബോക്സിലൊക്കെ ആക്കിയാൽ പിന്നെ പറയണ്ട, ഫുൾ മാർക്ക് ഉറപ്പാണ്. സ്കെയിലും പെന്നൊക്കെ എന്തായാലും നിങ്ങൾ എക്സാമിന് കൊണ്ടുപോകണം. എല്ലാ മിസ്സിൻ്റെ മറ്റുള്ള ക്ലാസ്സുകൾ മിസ് ഇങ്ങനെ പരാമർശിച്ചിട്ടില്ല. ഈ ഒരു ക്ലാസ്സിലാണ് ഇത്രയും പറയുന്നത്. അതായത് സ്കെയിലും പെൻസിലും കൊണ്ടുപോകണം എന്ന് ചെറിയ കുഞ്ഞു മക്കളോട് പറയുന്ന പോലെ ഡിഗ്രി സ്റ്റുഡൻസിന് പറയും. നിങ്ങൾ നമ്മുടെ മക്കൾ തന്നെയാണ്, കുഞ്ഞുമക്കളാണ്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. നല്ല വൃത്തിയായിട്ട് ആൻസർ ഷീറ്റ് കീപ്പ് ചെയ്യുക. നല്ല ബോക്സിൽ ഡെഫിനേഷനൊക്കെ നല്ല ബോക്സിൽ വരയ്ക്കുക. നല്ല വൃത്തിയായിട്ട് 1, 2, 3 ആൻസർ എഴുതുക. ഓരോ ആൻസറും അതിൻ്റെതായ നമ്പേഴ്സ് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെയാണ് ബേസിക് നോളജ് ഓഫ് ആൻസർ ഷീറ്റ്. ഓക്കെ, അത് പറയേണ്ട കാര്യമില്ല, എങ്കിലും പറഞ്ഞു എന്നുള്ളൂ. കാരണം നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ കൂടി നമ്മുടെ കയ്യിൽ നിന്ന് ഇടാന്നൊക്കെ പറയും. നമ്മളുടേതായ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണമല്ലോ. ഓക്കെ, അത് തന്നെ നമ്മൾ പഠിക്കുന്ന വിഷയം അത് തന്നെയാണ്. മൊറാലിറ്റി, അച്ചടക്കം, സ്വഭാവശുദ്ധി, ധാർമ്മിക മൂല്യം, അതിലൊക്കെ ഉൾപ്പെടുന്നതാണ് ഒരു ആൻസർ ഷീറ്റ് നല്ല വൃത്തിയിൽ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫിലോസഫേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഫിലോസഫി എന്നുള്ള വേർഡ് ദ വേർഡ് ഫിലോസഫി ഡിറൈവ്ഡ് ഇൻ ദ ഗ്രീക്ക് കൾച്ചർ എന്ന് പറഞ്ഞു. ഓക്കെ, ദ ലവ് ഓഫ് വിസ്ഡം, ദാറ്റ് ദ മീനിങ് ഓഫ് കൾച്ചർ ഇസ് എ ലവ് ഓഫ് വിസ്ഡം. അതായത് അത് ഇൻവെർട്ടർ കോമ ഇടാൻ മറക്കരുത്, ലവ് ഓഫ് വിസ്ഡം. ഫിലോസഫി ഇസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ബേസിക് ഐഡിയാസ് സച്ച് എസ് ട്രൂത്ത്, എക്സിസ്റ്റൻസ് ആൻഡ് റിയാലിറ്റി, ഫ്രീഡം, തോട്ട് ആൻഡ് ആക്ഷൻ. നമ്മുടെ ചിന്ത, പ്രവൃത്തി എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളെ യഥാർത്ഥ ജീവിതം കണ്ട് മനസ്സിലാക്കി അതിന് കറക്റ്റ് സത്യസന്ധമായിട്ട് ചിന്തിച്ച് എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫിലോസഫി എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം കുറേ ഫിലോസഫേഴ്സ് നമുക്കറിയാം. നമ്മൾ ഫിലോസഫി സാമൂഹ്യ പരിഷ്കർത്താക്കളും തത്വചിന്തകരും സോക്രട്ടീസ് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഫിലോസഫർ ഫ്രഞ്ചിലാണ് റൂസോ മൊണ്ടസ്ക്യൂ അല്ലേ. നമുക്ക് റൂസോ ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ബുക്ക് എഴുതിയ റൂസോ ആണ്. ജനങ്ങളും
ഭരണഘടനയും തമ്മിലൊരു കോൺട്രാക്ട്, ഉടമ്പടിയാണ് ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഒരു ഫിലോസഫി. അദ്ദേഹം ഫിലോസഫറാണ്, അദ്ദേഹത്തിന് ബുക്ക് എഴുതി. ഓരോ ഫിലോസഫർ അധികം എന്ത് ചെയ്യും, അവരൊരു റൈറ്റിങ്സ് ഉണ്ടാവും, അത് കോട്ട്സ് ഉണ്ടാവും. ഇപ്പോഴൊക്കെ ഷെയർ ചാറ്റ് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ മൊബൈൽ ഷോപ്പ് അല്ല മൊബൈൽ ഫോണിൽ ജസ്റ്റ് ഷെയർ ചാറ്റ് നടിച്ച കുറേ ഫിലോസഫി തിങ്കിങ് വരും അല്ലേ. KR നാരായണൻ, പിന്നെ ആരൊക്കെയോ തിങ്കേഴ്സിൻ്റെ കോഡ്സൊക്കെ എത്രയോ സ്റ്റാറ്റസിലൊക്കെ അങ്ങനെ കാണുക എന്നല്ലാതെ ശരിക്കും ഫിലോസഫി, അതായത് നമ്മൾ ആരോട് ദേഷ്യം വരുമ്പോൾ പിണങ്ങുമ്പോൾ സന്തോഷത്തിന് നമ്മൾ നല്ല നല്ല കോഡ്സ് എടുത്ത് വെക്കും. അതൊക്കെ പറയുന്നത് ആരാണ്? ഫിലോസഫേഴ്സാണ്. ആ ഫിലോസഫർ അത്രയും ഗാഢമായി റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് അവരെഴുതിയ ചില റൈറ്റിങ്സ് ആണ് ഫിലോസഫി ആയിട്ട് പിന്നീട് അറിയപ്പെടും. അവർ ജീവിച്ചിരിക്കുമ്പോൾ എഴുതുമ്പോൾ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളത് ഏറ്റവും നല്ല ഗ്രന്ഥമായി അംഗീകരിക്കുന്നതും കാര്യം. നമ്മൾ എക്സാമ്പിൾ നമ്മൾ ഗാന്ധിജി, നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യ ഗാന്ധിജിയുടെ ഫിലോസഫി, അദ്ദേഹത്തിനൊരു ഫിലോസഫി ഉണ്ടില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു തടി കിട്ടിയാൽ മറുകരണം കാണിച്ചു കൊടുക്കണം അദ്ദേഹം പറഞ്ഞു. അതേപോലെ അദ്ദേഹം നിസ്സഹകരണം, അതൊക്കെ അദ്ദേഹത്തിന് ഒരു ഫിലോസഫി ഉണ്ട്. സഹകരിക്കാതിരിക്കുക, നിസ്സഹകരണ പ്രസ്ഥാനം, അങ്ങനെ അദ്ദേഹത്തിന്റെ ഫിലോസഫിയിൽ നിന്ന് ഉൾക്കൊണ്ട സമര മുറകൾ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഭാരതത്തെ പറ്റി, ഇന്ത്യൻ കൾച്ചറിനെ പറ്റി പറയുമ്പോൾ എന്തായാലും ഫിലോസഫി പറയുമ്പോൾ ഗാന്ധിജിയെ മറക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആണ്. അദ്ദേഹത്തിന് ഓരോ ഫിലോസഫി ഉണ്ട് അല്ലേ. അച്ചടക്കം, അദ്ദേഹത്തിന്റെ ഫിലോസഫി അക്രമരാഹിത്യം, ഒരിക്കലും അക്രമത്തിലേക്ക് പോകും, അത് അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫി, തത്വചിന്തയാണ്. ആ തത്വചിന്തയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം റിയാലിറ്റി ഇപ്പോഴത്തെ കറക്റ്റ് എക്സാമ്പിളായി നമുക്ക് പറയാം. ഫിലോസഫി എന്ന് പറയുന്നത് അവനവന്റെ റിയാലിറ്റി എക്സ്പീരിയൻസ് കൊണ്ടും സത്യസന്ധ ട്രൂത്ത്, അറിയാലോ സത്യം, ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാന്ധി, ട്രൂത്ത്, സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ബുക്കാണത്. ഇത് നിങ്ങൾ പഠിക്കാനുള്ള ഭാഗത്തിലല്ല മിസ് സിലബസിൽ പറയുന്നുണ്ടെങ്കിലും കൂടി മിസ് പറയുന്ന എക്സ്ട്രാ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എസ്സേയിൽ എന്തെങ്കിലും മറന്നുപോയി ഇതൊക്കെ കൂട്ടി എഴുതും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി മിസ്സിന് മാത്രം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഗാന്ധിജി, അദ്ദേഹത്തിന്റെ ഫിലോസഫി, സത്യം, അതേ ട്രൂത്തിന് ഇമ്പോർട്ടൻസ് നൽകിയ ഒരാളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡെഫിനിഷൻ, കൾച്ചർ, വാട്ട് ഈസ് കൾച്ചർ, വാട്ട് ഈസ് ഫിലോസഫി ഫിലോസഫിയ എന്നുള്ള വേർഡിൽ നിന്നാണ് ഫിലോസഫി എന്ന വേർഡ് ഉണ്ടായത്. അപ്പോൾ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഫിലോസഫി, ആ ഫിലോസഫിയാണ് പിന്നീട് റൈറ്റിംഗ്സ് ആയിട്ട് ജനങ്ങൾ ആദരിക്കപ്പെടുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഗാന്ധിജിയെ പറ്റി പറഞ്ഞത്. അദ്ദേഹം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ അദ്ദേഹം നേരിട്ട പരീക്ഷണങ്ങളും ആ പരീക്ഷണങ്ങൾ വിജയിച്ചതും അദ്ദേഹമാണ് നിരാഹാര പോളിസി കണ്ടുപിടിച്ച അദ്ദേഹമാണ്. അതൊക്കെ സക്സസ് ആക്കി എടുക്കാനുള്ള സമരമുറകളാണ് എന്നും അക്രമമില്ലാതെ വേണം സഹജീവികളോട് സഹവർത്തിത്വത്തോടെ പെരുമാറണമെന്നും എല്ലാവരോടും സ്നേഹം മാത്രം നൽകണമെന്നും നമ്മളെ പഠിപ്പിച്ച് നമുക്ക് എപ്പോഴും അഭിമാനത്തോടെ ലോകത്തിൽ തന്നെ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ മഹാത്മാഗാന്ധി. അപ്പൊ അദ്ദേഹത്തിന്റെ ഫിലോസഫി, അപ്പൊ അദ്ദേഹം എഴുതിയത് ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് ഈ വേർഡ് അദ്ദേഹത്തെ നമിച്ചുകൊണ്ടും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം എക്സിസ്റ്റ്, റിയാലിറ്റി, ഫ്രീഡം, തോട്ട് ആൻഡ് ആക്ഷൻ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വേർഡ്സ് ആണ് അല്ലെ. ഫ്രീഡം, തോട്ട്സ്, ആക്ഷൻ, പ്രവൃത്തി ചെയ്യേണ്ടത് എന്തോ സത്യസന്ധമായ പ്രവൃത്തി ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം അങ്ങനെ എഴുതുന്ന എഴുത്ത് രീതിയാണ് എന്തെന്ന് പറയുന്നത് ഫിലോസഫി എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു വേർഡ്സ് കണ്ടതുകൊണ്ടും ഈ വേർഡ്സ് വെച്ചിട്ട് ഒരു ഫിലോസഫി ചെയ്ത ആളും കൂടിയാണ് ആര്? നമ്മുടെ മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് മിസ് ഇവിടെ റെഫർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് മിസ് കരുതുന്നു. നെക്സ്റ്റ്, ഇൻ ലേമെന്റ് ഓഫ് ലാംഗ്വേജ് ഫിലോസഫി കുഡ് ബി ഇന്റർപ്രറ്റഡ് ദ ഔട്ട്ലുക്ക് ഓഫ് ടുവേർഡ്സ് ദാറ്റ് ദെൻ ലാംഗ്വേജ്. ഫിലോസഫി എഴുതുമ്പോൾ അവനവൻ്റെ തത്വചിന്തകൾ രചിക്കപ്പെടുമ്പോൾ അതിൻ്റെ ലാംഗ്വേജ് അതായത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ദിസ് വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഓഫ് ദ ഫിലോസഫി ഓഫ് യുവർ ലൈഫ്, അതായത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു വാല്യൂ നമ്മൾ ഈ ഒരു പാർട്ട് 1, പാർട്ട് 2, ഇപ്പോൾ പാർട്ട് 6 ആയി. നമ്മൾ ഈ പാർട്ട് 6 വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞ പോലെ ദ വാല്യൂ ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ ക്യാരക്ടറാണ്, നമ്മുടെ പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ബിഹേവിയറാണ്. നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതാണ് നമ്മുടെ വാല്യൂസ് ആയിട്ട് മറ്റുള്ളവർ കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇതിൽ പറഞ്ഞ ഇൻ കേസ് ഓഫ് ദ വാല്യൂ പ്രിഫറബിൾ ഡ്രോ വാല്യൂ ഫ്രം സെക്യുലർ സോഴ്സ് ഓഫ് ദീസ് ആർ യൂഷ്വലി അക്സെപ്റ്റഡ് ഇൻ റാദർ ദാൻ എനി പെർട്ടിക്കുലർ റിലീജിയൻ. വെസ്റ്റേൺ ഫിലോസഫി ഹാസ് മെനി സ്കൂൾസ് വിച്ച് ആർ ഇൻവോൾവ് അവർ പീരീഡ്സ് ഓഫ് ടൈം. അതായത് നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫി, വെസ്റ്റേൺ ഫിലോസഫി പലതരത്തിലും ഇത് വെസ്റ്റിലുള്ള ചിന്തകന്മാർ എഴുതുന്ന വെസ്റ്റേൺ ഫിലോസഫി, ഈസ്റ്റിലെ ചിന്തകന്മാർ ഈസ്റ്റിൽ കിഴക്ക് രാജ്യം, അതോട് അവരവിടെ കാണുന്ന സംഭവങ്ങൾ, അവിടെയുള്ള ഫെസ്റ്റിവൽസോ
ആർട്ട്, സയൻസ്, അവർ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കാണുന്ന ചില സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് അവരെഴുതുന്നതാണ് എന്ത് അവരുടേതായ ഫിലോസഫി. അപ്പോൾ ഓരോ റീജിയൺ, പ്ലേസ്, അതായത് ഓരോ സ്ഥലങ്ങളെ മുൻനിർത്തിയും എന്ത് രചിക്കപ്പെടുന്നു? ഫിലോസഫികൾ രചിക്കപ്പെടുന്നു. ഇന്ത്യൻ ഫിലോസഫിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫിലോസഫി റെഫേഴ്സ് ടു ഡിഫറെൻറ്റ് ഫിലോസഫിക്കൽ ട്രഡീഷൻ ഇൻ ദ ഇന്ത്യൻ continent. It's continued 1500 centuries ago. Okay, before Christ, BC. The Ramakrishna Paramahamsa, Swami Vivekananda, Mother Teresa, Mahatma Gandhi. നേരെ നമ്മൾ പറഞ്ഞ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ നമ്മുടെ ഫാദർ ഓഫ് നേഷൻ ആണ്. ഇവിടെ നേരത്തെ മിസ് പറഞ്ഞത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇവർ എഴുതിയിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ ആൻഡ് രാമകൃഷ്ണ പരമഹംസ, സ്വാമി വിവേകാനന്ദർ, മദർ തെരേസ, ജി കൃഷ്ണമൂർത്തി ആൻഡ് രവീന്ദ്രനാഥ ടാഗോർ, അല്ലേ? നമ്മുടെ ദേശഭക്തി ഗാനം രചിച്ച രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി, രാധാകൃഷ്ണൻ, ഡോക്ടർ രാധാകൃഷ്ണൻ, ശ്രീ അരബിന്ദ് ഘോഷ്, അല്ലേ? അരബിന്ദ് ഘോഷ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആരാണ്? ഇവരൊക്കെ ഇന്ത്യൻ ഫിലോസഫേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ത്യൻ ഫിലോസഫർ നമ്മൾ നോട്ട് കറക്റ്റ് പ്രൊവൈഡ് ചെയ്യും. എങ്കിലും നിങ്ങൾ മിസ്സിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ഭാഗത്ത് മിസ് പറയുന്ന ഫിലോസഫേഴ്സിൻ്റെ പേര് ഇങ്ങനെ കറക്റ്റ്, അതായത് നിങ്ങൾ പോയിന്റ്സ് എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ നേരെ കുറേ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ആളുകളുടെ പേര്, അതായത് റെയറായിട്ട് നമ്മൾ ആൻസർ ഷീറ്റ് എഴുതുമ്പോൾ ആളുകളുടെ പേരുകളൊക്കെ മേടിക്കാൻ ചാൻസ് തന്നെ കിട്ടുള്ളൂ. ആ ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതായത് നിങ്ങൾ നേരെ അത് പാരഗ്രാഫ് ആക്കി എഴുതരുത്. ABC താഴെ എഴുതുക. അപ്പോൾ കാണുമ്പോൾ തന്നെ ഇത്രയും പോയിന്റ്, ഇത്രയും ഫിലോസഫേഴ്സ് അറിയാം, അങ്ങനെ ഒരു വ്യൂ പോയിന്റ് അല്ലെ കാഴ്ചപ്പാട്, അങ്ങനെ ഒരു എന്ത് തോന്നണം? ഇൻവിജിലേറ്റ്. അതായത് ആൻസർ ഷീറ്റ് ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ അവർ കറക്റ്റ് എന്ത് ചെയ്യണം? ഓരോ പോയിന്റ്സ് താഴെ വേറൊരു കാഴ്ചപ്പാട്, എന്താ പറയുക, നല്ല പെർഫോമൻസ് ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ പേപ്പർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് നിങ്ങൾ പേരുകൾ എപ്പോഴെങ്കിലും നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നിങ്ങൾ മിസ്സിന് ക്ലാസ് കാണുന്നവരാണെങ്കിൽ നമ്മൾ ലക്ഷ്യം എന്താണ്? മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട പല വാല്യൂ ഇപ്പം നടക്കുന്ന നമ്മുടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, ഇപ്പോൾ പാർട്ട് 7, 6 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം നമ്മൾ റിപ്പീറ്റ് ആയി പറഞ്ഞ കുറേ കാര്യങ്ങൾ, എത്തിക്സ്, വാല്യൂസ്, മോറൽസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഒരു വ്യക്തി സമൂഹത്തിൽ എങ്ങനെ ആവാം, എന്താവാം, അതായത് നിങ്ങൾ സിലബസിലുള്ളത് മാത്രം നിങ്ങൾ പഠിക്കുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ, അത് നിങ്ങൾ പ്രൊഫഷണലി നിങ്ങൾ സക്സസ് ആവാൻ. പക്ഷേ ഒരു വ്യക്തി എന്തായി മാറി ശരിക്കും കറക്റ്റ് ഒരു ഗുഡ് മാനറുള്ള ഒരു വ്യക്തിയായി മാറണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും വേണം കേട്ടോ. വ്യക്തിപരമായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ ആൻസർ ഷീറ്റിൽ മാർക്ക്, അത് വേറെ വിഭാഗം. ആൻസർ ഷീറ്റിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് എന്താണ്? എക്സാമിന് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്താലല്ലേ പറ്റൂ. അത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ക്ലാസ് കാണുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും മാർക്ക് സ്കോർ, അത് വേറെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പേര് വരുമ്പോൾ മിസ് ഇപ്പോൾ എത്ര പേര് വായിച്ചു? കുറേ പേര് മിസ് ഇപ്പോൾ വായിച്ചു. ആ പേരുകൾ നിങ്ങളെല്ലാം 1, 2, 3 എന്നാണ് ABC എന്നൊരു സബ്ബായിട്ട് താഴെ കൊടുക്കണം. ഓരോ ഫിലോസഫേഴ്സ് ഇൻ ഇന്ത്യ എന്ന് ഹെഡിങ് കൊടുക്കുക. താഴെ മിസ് പറഞ്ഞ പേരുകളൊക്കെ താഴോട്ട് ഇടുക. അല്ലാതെ എന്താക്കി മാറ്റാൻ പാടില്ല? പാരഗ്രാഫ് ആക്കി മാറ്റാൻ പാടില്ല. കാരണം പാരഗ്രാഫ് ആക്കി മാറ്റണം. ഇഷ്ടംപോലെ വേറെ എഴുതാൻ. ഡെഫിനേഷൻ മിസ് പറഞ്ഞത് കൾച്ചർ ഡിറൈവ് ചെയ്തത്, ആ വേർഡ് ഫിലോസഫി ഡിറൈവ് ചെയ്തത്, അങ്ങനെ ഗ്രീക്കിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറേ നമ്മൾ ഫ്രറ്റേണിറ്റി, ഇന്ത്യൻ ഡെമോക്രസിനെ പറ്റി പറഞ്ഞു, അങ്ങനെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിന്നെ പാരഗ്രാഫ് ആക്കാം. പോയിന്റ്സ് എന്ത് ചെയ്യാം? താഴെ എഴുതണം. അപ്പോൾ കാണും. പിന്നെ സ്കെയിലും പെൻസിലും നിങ്ങൾ ചെറിയ കുഞ്ഞു മക്കളല്ല, ഡിഗ്രി സ്റ്റുഡൻസ് ആണ്, എങ്കിലും നിങ്ങൾ നമ്മളെ മക്കൾ തന്നെയാണ്. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ സ്കെയിൽ നിർബന്ധമായിട്ടും കൊണ്ടുവന്നാൽ വൃത്തിയായിട്ട് ആൻസർ ഷീറ്റ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഈ പേരുകൾ മിസ് പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ടെന്ന് വിശ്വസിക്കുന്നു. രാമകൃഷ്ണ പരമഹംസ, സ്വാമി വിവേകാനന്ദൻ, മദർ തെരേസ, മഹാത്മാഗാന്ധി. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ഫാദർ ഓഫ് അവർ നേഷൻ മഹാത്മാഗാന്ധിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലും ഇതിൽ പരാമർശിക്കുന്നതും. മിസ് ഇതിൽ പരാമർശിക്കും മുമ്പേ മിസ് നിങ്ങളോട് എന്ത് പറഞ്ഞു? എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ ഇമ്പോർട്ടൻറ്റ് ട്രൂത്താണ് സത്യം. അദ്ദേഹം സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ നിന്നുള്ളൊരു ബുക്ക്, ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മളത് മഹത് ഗ്രന്ഥമായിട്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. ഇന്ത്യ
എങ്കിലും അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹം അനുഭവിച്ച പല പ്രശ്നങ്ങളും, അദ്ദേഹം അനുഭവിച്ച പല സമര എന്താ പറയുക, നമുക്ക് സ്ട്രഗിൾ ചെയ്ത് ഫ്രീഡം തന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അനുഭവിച്ച പല പ്രശ്നങ്ങളും, അതുകൊണ്ട് തന്നെ അതൊക്കെ റിയാലിറ്റി ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തത്, ആ ഗ്രന്ഥം രചിച്ചത്. അതൊരു ഫിലോസഫി ബേസ്ഡ് ഗ്രന്ഥവും കൂടിയാണ്. ഓക്കെ.